തന്നെ എത്തും. കാരണം ഞാൻ നേരത്തെ മുതൽ പറയുന്നുണ്ടല്ലോ, വീണയ്ക്കൊന്നും അറിയില്ല. വീണയ്ക്ക് ഇത് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. ഈ പണം കൊടുത്തിട്ടുള്ളതും വാങ്ങിയിട്ടുള്ളതും ഒക്കെ പിണറായി വിജയനാണ്. ആ പിണറായി വിജയനിലേക്ക് തന്നെ ഇതെത്തും, ഒരു നിമിഷം വേണ്ട. ഇഡിക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള രേഖകൾക്കകത്ത് ഈ CMRL കമ്പനിയുടെ PMLA പ്രകാരം അല്ലെങ്കിൽ മണി ലോണ്ടറിംഗ് പ്രകാരം ഈ CMRL കമ്പനിയുടെ ട്രാൻസാക്ഷനിലേക്ക് പോകുമ്പോൾ ഇപ്പൊ പറഞ്ഞ ആളുകളിലേക്കെല്ലാം സ്വാഭാവികമായും അവരെ ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം വീണയെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. കാരണം വീണയുടെ പൈസ മേടിച്ചേക്കുന്ന അക്കൗണ്ടിലാണ്, ജയവനോട്ട് കൊടുത്തിട്ടുമില്ല. പക്ഷെ ബാക്കിയുള്ള മന്ത്രിമാരൊന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ പറയുന്ന അതിനകത്ത് പേര് പരാമർശിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളൊന്നും പണം വാങ്ങിയിട്ടുള്ളത് അക്കൗണ്ടിലല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യേണ്ടവരെയാണ്. ഇപ്പോഴുള്ള മന്ത്രിമാരിൽ പേര് അല്ല, ഞാൻ അതിൽ ഇപ്പൊ കോടതി പരിഗണിക്കുന്ന കാര്യത്തിൽ ഞാൻ പറയുന്നില്ല, വരട്ടെ. എന്താണെങ്കിലും ഇപ്പോൾ ഇതിനകത്ത് പേര് പറഞ്ഞേക്കുന്ന പുറത്ത് വന്നിട്ടുള്ള പേരിൽ ഒന്ന് KK, RC അങ്ങനെയല്ലേ. അപ്പോൾ അത് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ അതിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റി പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം ഇപ്പൊ പറഞ്ഞേക്കുന്ന 2 പേര്, നിങ്ങൾ പറഞ്ഞേക്കുന്ന 2 പേരുടെ പേരാണ് വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഇതിനകത്തുള്ള എല്ലാവരും ഉണ്ട്. മന്ത്രിമാരുടെ എണ്ണം തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. മന്ത്രിമാരും MLA മാരും തന്നെ ഇഷ്ടം പോലെ ഉണ്ട്.